നമസ്കാരം, ഞാൻ ഡോക്ടർ കിരൺ ആനന്ദ് നമ്പൂതിരി. ഇന്ന് നമ്മുടെ അടുത്ത് വരുന്ന ഭൂരിഭാഗം ആളുകളും പരാതി പറയുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളിലൊന്ന് സന്ധിവേദനയും നീർക്കെട്ടും, രണ്ടാമതായി മാനസിക സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും. ഈ പ്രശ്നങ്ങളെ വേദാരണ്യത്തിൽ നമ്മളെങ്ങനെ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സന്ധിഗതമായ വേദനകളുടെ കാര്യമെടുക്കാം. റുമാറ്റിസം, ആർത്രൈറ്റിസ് മുതലായ അസുഖങ്ങൾക്ക് പലതരത്തിലുള്ള കിഴികൾ, ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന കിഴികൾ, പൊടിക്കിഴി വിശേഷിച്ച്, അതൊക്കെയാണ് നമ്മൾ പൊതുവെ ചെയ്യാറുള്ളത്. ആ കിഴി എണ്ണയിൽ മുക്കിക്കൊണ്ട്, ചിലപ്പോൾ എണ്ണയിൽ മുക്കാതെയും പലതരത്തിൽ സിംറ്റംസിന് അനുസരിച്ചാണ് അത് തയ്യാറാക്കുന്നതും ഉപയോഗിക്കുന്നതും. ആ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ വേദനകൾ, നീർക്കെട്ടുകളെല്ലാം ശാശ്വതമായ ഒരു ഫലം ലഭിക്കും. അതുകൂടാതെ ബലക്ഷയം, നാഡീക്ഷയം, ബലക്ഷയമൊക്കെ ഉള്ളവർക്ക് ഞവര കൊണ്ടുണ്ടാക്കുന്ന ഇതേ തരത്തിലുള്ള കിഴിയാണ് പ്രയോഗിക്കുന്നത്. ഇതിലൂടെയെല്ലാം ആ വേദനകൾ, ക്ഷയങ്ങൾ എല്ലാം, ബലക്ഷയം എല്ലാം നമുക്ക് മാറിക്കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ പ്രശ്നമായ ആങ്സൈറ്റി, ഉറക്കമില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ മുതലായവയ്ക്ക് വളരെ ശാന്തമായ ഒരു ചികിത്സാ രീതി ശിരോധാര എന്ന് പറയും. അത് പലതരത്തിലുണ്ട്. തൈലം വെച്ചിട്ടുള്ളത് ശിരോധാരയുണ്ട്. അതുകൂടാതെ പാലൊക്കെ ചേർത്തിട്ടുള്ള കഷായം വെച്ചുകൊണ്ടുള്ള ക്ഷീരധാരയുണ്ട്. തക്രം എന്ന് പറയുന്ന മോര് ചേർത്തുണ്ടാക്കുന്ന ഔഷധക്കുട്ടുകൾ കൊണ്ട് ചേർക്കുന്ന തക്രധാരയുണ്ട്. ഇതെല്ലാം സിംറ്റംസിനനുസരിച്ച് നമ്മളത് പ്രയോഗിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെൻഷൻസ്, സ്ട്രെസ് അതെല്ലാം കുറഞ്ഞ് ശാന്തമായൊരു അനുഭവം പ്രദാനം ചെയ്യും അത്. പിന്നെ അതുകൂടാതെ ശക്തമായ തലവേദന, മൈഗ്രെയിൻ, അത്തരം കണ്ടീഷൻസിൽ നമുക്ക് അതിനനുസരിച്ചുള്ള നസ്യം എന്നുള്ള ചികിത്സാ രീതിയുണ്ട്. മൂക്കിലേക്ക് പൊതുവെ എണ്ണ മൂക്കിലേക്ക് ഇറ്റിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് നസ്യം. ശിരോധാര എന്ന് പറയുമ്പോൾ ഈ മരുന്ന് നമ്മുടെ നെറ്റിയിലേക്കാണ് പതുക്കെ ഒരു റിതമിക് ഫാഷനിൽ നമ്മൾ മലർന്നു കിടന്ന് കിടക്കുമ്പോൾ റിതമിക് ഫാഷനിൽ ആ എണ്ണ നമ്മുടെ നെറ്റിയിലേക്ക് വരുന്ന, എണ്ണ അല്ലെങ്കിൽ ഔഷധക്കൂട്ട് നമ്മുടെ നെറ്റിയിലേക്ക് വരുന്ന രീതിയിൽ. അതൊക്കെ വളരെ റിലാക്സിങ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണ്. ഇത്തരത്തിലൂടെ നമ്മുടെ സ്ട്രെസ്, ആങ്സൈറ്റി, ഉറക്കക്കുറവ് എല്ലാം പരിഹരിക്കാവുന്നതാണ്. ആയുർവേദത്തിലെ ചികിത്സാ രീതികളെ പ്രത്യേകിച്ച് രണ്ടായി തരംതിരിക്കുന്നുണ്ട്: ശമനം, ശോധനം. ടോക്സിൻസ് കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ നമ്മൾ ശമനം എന്നുള്ള ചികിത്സാ രീതിയാണ്. അതായത് ഔഷധ സേവ, ബാഹ്യമായിട്ടുള്ള ഈ മസാജ്, ബാക്കി കാര്യങ്ങൾ എല്ലാം അതിൽ പെടുന്നു, ശിരോധാര മുതലായവ. ശോധനം എന്ന് പറഞ്ഞ ചികിത്സാ രീതി എന്ന് പറഞ്ഞാൽ അത് കുറച്ചും കൂടി ഡീപ്പാണ്. ടോക്സിൻസ് കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ക്ലെൻസിങ് ആവശ്യമായി വരും. അവിടെയാണ് പഞ്ചകർമ്മ ചികിത്സ നമ്മൾ ചെയ്തു വരുന്നത്. അതിൽ വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കൽ, വിരേചനം, പെർഗേഷൻ, പിന്നെ എനിമാസ്, വസ്തി എന്നാണ് ആയുർവേദത്തിൽ പറയുക. അത്തരത്തിലുള്ള ആയുർവേദ പഞ്ചകർമ്മ ചികിത്സയിലൂടെ നമ്മുടെ മേൽനോട്ടത്തിൽ ഇതെല്ലാം ചെയ്തു വരുന്നുണ്ട്. ശാസ്ത്രീയമായ ആയുർവേദത്തിലൂടെ ഒരു പുതിയ ആരോഗ്യ ജീവിതം കെട്ടിപ്പടുക്കാൻ വേദാരണ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം.